മുതലപ്പുഴയിലെ ലൈഫ് ഗാർഡുകൾക്ക് 4 മാസമായി ശമ്പളമില്ല. വിഴിഞ്ഞം ഫിഷറീസ് ഔട്ട്ലെറ്റിന് കീഴിൽ ജോലി ചെയ്യുന്ന 45ഓളം ലൈഫ് ഗാർഡുകൾക്കാണ് സർക്കാർ മാറിയിട്ടും ശമ്പളം ലഭിക്കാത്തത്. ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും തീരുമാനമായില്ലെന്നാണ് ഇവരുടെ ആരോപണം. ജ്യോതിഷ് ജനാർദ്ദനാണ് ചേരുന്നത്. ജ്യോതിഷ്, ഈ ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം നിലച്ചിട്ട് മാസങ്ങളാകുന്നു. 2 സർക്കാരുകൾക്കും ഒരേ നിലപാടാണ് ഇവരുടെ വിഷയത്തിലുള്ളത്. ഇപ്പോൾ എന്ത് വിശദീകരണമാണ് ഫിഷറീസ് മന്ത്രി നൽകുന്നത്? ഗൗതം, നമുക്കറിയാം തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിരന്തരമായിട്ട് അപകടം സംഭവിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ലൈഫ് ഗാർഡുകളാണ് പ്രധാനമായിട്ടും മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുമ്പോഴും ആളുകൾ കടലിൽ അകപ്പെടുന്ന ഒരു സാഹചര്യത്തിലെല്ലാം അവരുടെ ജീവൻ രക്ഷിക്കാൻ ആദ്യം എത്തുന്നത് ലൈഫ് ഗാർഡുകളാണ്. ഇവർക്കാണ് ഇപ്പോൾ 4 മാസമായിട്ട് ശമ്പളം ലഭിക്കുന്നില്ല. ഇവരുടെ അതായത് വിഴിഞ്ഞം ഫിഷറീസിന്റെ ഔട്ട്ലെറ്റിന്റെ കീഴിൽ 45 ആളുകൾ ലൈഫ് ഗാർഡുകളാണ് ഉള്ളത്. അവർ 27 ഷിഫ്റ്റുകളിലായിട്ട് മാറി മാറിയാണ് ജോലി ചെയ്യുന്നത്. ഇവരുടെ മിനിമം വേതനം എന്ന് പറഞ്ഞാൽ 21,000 രൂപയാണ്. ഇതാണ് ഇപ്പോൾ 4 മാസമായിട്ട് ലഭിക്കാത്തത്. കഴിഞ്ഞ LDFന്റെ കാലത്തെ 2 മാസത്തെയും അതുപോലെ തന്നെ UDF ഭരണത്തിലേറി കഴിഞ്ഞുള്ള 2 മാസത്തെയും അങ്ങനെ 4 മാസത്തെ ശമ്പളമാണ് ഇപ്പോൾ ലഭ്യമാക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് നിലവിലെ ഫിഷറീസ് മന്ത്രിക്ക് അടക്കം കത്തുകൾ നൽകി, നിവേദനം നൽകി. ഇതിനൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. പരിഹരിക്കാമെന്നല്ലാതെ വ്യക്തമായ ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ഇപ്പോൾ ലൈഫ് ഗാർഡുകൾ പറയുന്നത്. കാരണം ഒരു മിനിമം തങ്ങൾക്ക് ലഭിക്കേണ്ട ശമ്പളമാണ്, അർഹതപ്പെട്ടതാണ്. ഇതാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ഇവർ ലൈഫ് ഗാർഡുകൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അർഹതപ്പെട്ട ശമ്പളം തടഞ്ഞു വെക്കാതെ അത്രയും പെട്ടെന്ന് നൽകണമെന്നാണ്. കാരണം തങ്ങൾ വലിയ ദുരിതത്തിലാണ്, തങ്ങൾ ഈ ശമ്പളത്തിലാണ് ജീവിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഏതൊരു അപകടം മുതലപ്പുഴയിൽ വന്നാലും ആദ്യം എത്തുന്നത് തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ, അത് UDF ആയിരുന്ന കഴിഞ്ഞ LDF ആയിരുന്നപ്പോഴും ഇപ്പോഴത്തെ UDF ആണെങ്കിലും ഇതേ ഒരേ സമീപനമാണ്, ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ശരിയല്ല. തങ്ങളുടെ ശമ്പളം, മുടങ്ങിയിരിക്കുന്ന ശമ്പളം തിരികെ ലഭിക്കണമെന്നാണ്, അല്ല തിരികെ സർക്കാർ അനുവദിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം. വ്യക്തമാണ്. മുതലപ്പുഴയിലെ ലൈഫ് ഗാർഡുകൾക്കാണ് മാസങ്ങളായി ശമ്പളമില്ലാത്തത്. മുൻ സർക്കാർ പിണറായി വിജയന്റെ കാലത്തും ശമ്പളം മുടങ്ങി. പുതിയ സർക്കാർ വന്നിട്ടും മാറ്റമില്ല. വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരുകയാണ്. ജ്യോതിഷ് ജനാർദ്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.